ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസിലേഷൻസിൽ പ്രീവിയസ് ഇയറിൽ നീറ്റ് എക്സാമിന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓരോ വർഷവും എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിന്ന് വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2013 മുതൽ 2020 വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 2013 നീറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അതൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ മാക്സിമം ചോദ്യങ്ങൾ കണ്ടത് 2019 ആ സമയത്ത് 3 ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന 2020 ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാത്ത വർഷമുണ്ട്, ഒരു ചോദ്യം ചോദിച്ച വർഷമുണ്ട്, ഒരു തവണ മാത്രം 3 ചോദ്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ ഇതൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ആവറേജ് ആയിട്ട് നമ്മൾ ടോട്ടലായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ഇത്രയും കാലത്തെ ട്രെൻഡ് അനുസരിച്ച് 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവും, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആകാം. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് മാക്സിമം പ്രോബബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ റീസെൻ്റ്ലി 2020 ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലറേഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ, ആക്സലറേഷൻ്റെ ഇക്വേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സിമ്പിൾ പെൻഡുലോ ഉണ്ട്. പെൻഡുലോ അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഇവിടെ മീൻ പൊസിഷനിലുണ്ട്. ഓക്കെ, ഇതെന്താണ്? x=0 മീൻ പൊസിഷനിലാണ്. ഇത് മീൻ പൊസിഷനിൽ ഇങ്ങോട്ടും അതിന് മൂവ് ചെയ്യാം. അപ്പോൾ മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ x=a sin of omega t plus phi. പല കുട്ടികൾക്കും സംശയം ഉണ്ടാകും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ a sin omega t എന്ന് എടുക്കും ഡിസ്പ്ലേസ്മെൻറ്റിന്, ചില കേസിൽ നമ്മൾ a cos omega t എന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ കൂടി ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ തരാം ചാപ്റ്ററിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിൽ പോയി മീൻ പൊസിഷൻ എന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ x എന്ത് കൊടുക്കും? a sin omega t തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നത്? -a sin of omega t plus phi. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് മീൻ പൊസിഷനിൽ ഇങ്ങോട്ടാണ് വരുന്നത്. മീൻ പൊസിഷനിൽ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഇക്വേഷൻ കൊടുക്കുക? x=a cos of omega t plus phi ആണ് അല്ലേ? phi എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഫേസ്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാണ് ഇവിടുന്ന് മീൻ പൊസിഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് മീൻ പൊസിഷനിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? x=a cos of omega t plus phi. ഭൂരിഭാഗം കേസിലും എക്സ്ട്രീം പൊസിഷന് താഴേക്ക് വരുന്ന കേസാണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ x=a cos omega t ആണ്, അതുകൊണ്ട് മിക്ക കേസിലും നമ്മൾ എടുക്കാറ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് കൺസിഡർ ചെയ്യാണ്? മീൻ പൊസിഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷന് താഴേക്ക് വരിക എന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ? a cos of omega t plus phi. ഓക്കെ, ഭൂരിഭാഗം കേസിലും അങ്ങനെ ആയിരിക്കും. ചില വളരെ റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറയാറുണ്ട് മീൻ പൊസിഷനിൽ മുകളിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് എടുക്കും? സൈൻ്റെ ടേംസിലെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 രീതിയിലും കാണാറുണ്ട്. അതൊരു ക്ലാരിറ്റി തന്നേ ഉള്ളൂ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വെലോസിറ്റി കിട്ടും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ -a omega sin of omega t plus phi. ഡിഫറൻസിയേഷൻ അറിയാലോ അല്ലേ? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, a കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് അവിടെ തന്നെ എഴുതി. ഈ കോസിൻ്റെ ഉള്ളിൽ ഒമേഗ ടി ഒന്ന് പുറത്തേക്ക് വരില്ല ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. വെലോസിറ്റിക്ക് നമുക്ക് ഒരു ഫോർമുലയും കൂടി ഉണ്ട്. വെലോസിറ്റിക്ക് എന്താണ് വെലോസിറ്റിയുടെ രണ്ടാമത്തെ ഫോർമുല? ഇതൊരു ഫോർമുലയാണ്. നമുക്ക് വെലോസിറ്റിക്ക് ഒരു ഫോർമുലയും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു √(a² - x²). ഇനി y ആണെങ്കിൽ y² എന്ന് എഴുതാം അല്ലേ? വെലോസിറ്റിയുടെ മാക്സിമം കണ്ടീഷനൊക്കെ ഇവിടുന്ന് പറയാലോ. വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം ആവുക? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. വെലോസിറ്റി എപ്പോഴാണ് നമുക്ക് മാക്സിമം ആവുകയെന്നറിയോ? ഇവിടെ x=0 വരുമ്പോൾ. അപ്പോൾ x=0 വന്നു കഴിഞ്ഞാൽ x=0 എന്ന് വെച്ചാൽ മീൻ പൊസിഷൻ, അപ്പോൾ വെലോസിറ്റി മാക്സിമമായി മാറും. അപ്പോൾ ഇവിടെ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ √(a² വരും. √(a² a തന്നെയാണ്. അപ്പോൾ എത്ര? a ഒമേഗ. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ് കേട്ടോ. വേണമെങ്കിൽ ക്യാപിറ്റലിൽ എഴുതാം അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ എഴുതാം. ഓക്കെ, അപ്പോൾ a എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇതാണ് എന്ത്?
മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി എക്സ്ട്രീം പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൾ ടു എന്ത് വരും? എക്സ് ഈക്വൾ ടു എ, അതായത് എക്സ്ട്രീം പൊസിഷനിലെത്തി. അപ്പോൾ എക്സിന് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇവിടെ 0 വരും. അപ്പോൾ വെലോസിറ്റി ഇസ് മിനിമം. അതെന്താണ്? 0. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി മിനിമം ആണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇതിനെ ഇനിയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ വെലോസിറ്റിയുടെ ഫോർമുല കണ്ടില്ല, അതിന് ഇനിയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. സോ ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു -a ഒമേഗ സ്ക്വയർ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, -a ഒമേഗ സ്ക്വയർ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ആക്സലറേഷൻ നമുക്ക് ഒരു ഫോർമുലയും കൂടി ഉണ്ട്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു -a ഒമേഗ സ്ക്വയർ -a ഒമേഗ സ്ക്വയർ. ഇതാണ് ആക്സലറേഷൻ്റെ ഫോർമുല. ഇനി എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ എന്തായിട്ട് മാറും? ആക്സലറേഷൻ മിനിമമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ്റെ ഫോർമുല ഇവിടെ ആംപ്ലിറ്റ്യൂഡ് അല്ല കേട്ടോ, അത് മാക്സിമം ആണ്. എങ്ങനെയാണ്? -x ഒമേഗ സ്ക്വയർ, അല്ലെങ്കിൽ വൈൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ -y ഒമേഗ സ്ക്വയർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ഇനി എക്സ് ഈക്വൾ ടു 0 എന്ന് നോക്കൂ. ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ എന്തായിട്ട് മാറും? മിനിമമായിട്ട് മാറും. അപ്പോൾ മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആണ്, പക്ഷേ ആക്സലറേഷൻ എന്താണ്? മിനിമമാണ്. ഇനി എക്സ് ഈക്വൾ ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, ആ സമയത്ത് എക്സ്ട്രീം പൊസിഷനിൽ, അപ്പോൾ ആക്സലറേഷൻ എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? ആക്സലറേഷൻ -a ഒമേഗ സ്ക്വയർ. ഇത് മാക്സിമം ആണ് കേട്ടോ. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആകുമ്പോൾ ആക്സലറേഷൻ എന്താവുന്നുണ്ട്? മിനിമം ആവുന്നുണ്ട്, നേരെ തിരിച്ചും വരുന്നുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കൂ. ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ജനറലി നമ്മൾ എക്സ് ഈക്വൾ ടു എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്നൊക്കെ എഴുതില്ലേ? ആ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളായിരിക്കും നമ്മുടെ എപ്പോഴും എന്ത് വരാറ്? ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാറ്. അപ്പോൾ ഇവിടെ കോസിൻ്റെ അടുത്ത് ഇരിക്കുന്നത് എ അല്ലേ, അപ്പോൾ അതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ വെലോസിറ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണ്? മൈനസൊക്കെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ വെലോസിറ്റിൻ്റെ ഇതല്ലേ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ വരുന്നത്. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ്? എ ഒമേഗയാണ് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എ ആണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റിയിൽ പറയണം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, കാരണം ആ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എ അല്ലേ. അങ്ങനെയാകുമ്പോൾ വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എ ഒമേഗയാണ്. ശരിയല്ലേ? എ ഒമേഗ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒമേഗ ടൈംസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. ഓക്കെ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഒമേഗ ടൈംസ് ആൻഡ് ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ആക്സലറേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കി നോക്കൂ. അപ്പോൾ ആക്സലറേഷൻ്റെ ഇതിൽ ഈ ഇക്വേഷനിലെ ആക്സലറേഷൻ്റെ ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ്? എ ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പോൾ ആക്സലറേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും ഒമേഗ സ്ക്വയർ ടൈംസ് ആണ് ആക്സലറേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ്, വെലോസിറ്റിയേക്കാളും ഒമേഗ ടൈംസ്. അപ്പോൾ അങ്ങനെയൊക്കെ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫേസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫേസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ആ ഫേസിൻ്റെ കാര്യത്തിലേക്കും കൂടി നമുക്കൊന്ന് പോകാം. ഇനി ഫേസിലേക്ക് വരികയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? എ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, എപ്പോൾ നമ്മൾ എക്സ്ട്രീം എന്ന് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ സൈൻ എടുക്കുമ്പോൾ അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഞാൻ ഈ ഒരു കേസ് കൺസിഡർ ചെയ്തു. വെലോസിറ്റി നോക്കി നോക്കൂ, -a ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ ഇത് കോസാണ്, ഇതെന്താണ്? സൈനാണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? നിങ്ങൾ മാക്സിൽ റിലേഷൻ പഠിച്ചിട്ടില്ലേ? കോസ് ഇവിടെ സൈന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? വെലോസിറ്റി എന്താണെന്ന് അറിയോ? ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വെലോസിറ്റി ഒരു π/2 ഫേസ് എന്താണ്? എഹെഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ വെലോസിറ്റി. In simple harmonic motion, the velocity is ahead of displacement by a phase angle of π/2. അതേപോലെ തന്നെയാണ് എന്താണ്? ഇവിടെ സൈൻ ആണ്, ഇവിടെ കോസ് ആണ്. ഏത്? വെലോസിറ്റിയും ആക്സലറേഷനും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? വെലോസിറ്റിയേക്കാളും ആക്സലറേഷൻ എത്ര ആംഗിൾ അഹെഡ് ആണ്? π/2 ആണ്. അപ്പോൾ എളുപ്പമാണ്. ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വെലോസിറ്റി π/2 ആംഗിൾ അഹെഡ് ആണ്. വെലോസിറ്റിയേക്കാളും ആക്സലറേഷൻ π/2 ഫേസ് എന്താണ്? അഹെഡ് ആണ്. ഇനി ഇവിടുന്ന് നേരെ അപ്പോൾ മനസ്സിലായി, ഇത് π/2 ആണ്, ഇത് π/2 ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലറേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൈ ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇവിടെ ആരാളുള്ളത്? കോസാണ് ഉള്ളത്.
ആക്സലറേഷനിലും കോസാണ്, പക്ഷെ മൈനസ് ഉണ്ട്. ഈ മൈനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എഴുതാം. അപ്പോൾ പൈൻ്റെ ടേംസിലേക്ക് മാറൂലേ? നിങ്ങൾക്ക് മാക്സിൽ റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും ട്രിഗണോമെട്രിയിൽ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലറേഷനും കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാളും പൈ ഫേസ് എന്താണ്? അഹെഡാണ്. അപ്പോൾ ഓർത്ത് വെക്കാനുള്ള ഒരു ടെക്നിക്ക് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാളും വെലോസിറ്റി π/2 ഫേസ് അഹെഡാണ്. അതേപോലെ വെലോസിറ്റിയേക്കാളും ആക്സലറേഷൻ π/2 ഫേസ് അഹെഡാണ്. ഇനി ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും ആക്സലറേഷൻ പൈ ഫേസ് എന്താണ്? അഹെഡാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സലറേഷൻ അല്ലേ? സോ ഓപ്ഷൻ എ പൈ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ചോദ്യമാണ്. The displacement of a particle executing simple harmonic motion is given by y is equal to a0 plus a sin omega t plus b cos omega t. The amplitude of its oscillation. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത് y is equal to a0 plus a sin omega t പ്ലസ് ബി കോസ് ഒമേഗ ടി. അപ്പോൾ ഇതും എന്തുതന്നെയാണ്? എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് തിരിച്ചറിയാമെന്നറിയോ? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഒന്നെങ്കിൽ അത് സൈൻ്റെ ട്രിഗണോമെട്രി ഫംഗ്ഷനിലായിരിക്കും ഉണ്ടാവുക, ഒന്നെങ്കിൽ സൈന് മാത്രം ഉണ്ടാവും, ഒന്നെങ്കിൽ അതല്ലെങ്കിൽ കോസ് ഉണ്ടാകും, അതല്ലെങ്കിൽ എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, സൈനും കോസുള്ള ലീനിയർ കോമ്പിനേഷൻ. അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ വരാൻ കാരണം അതൊരു സൂപ്പർ പൊസിഷൻ നടക്കുന്നത് കൊണ്ടാണ്. രണ്ട് വേവുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു പുതിയ വേവ് ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ എന്തുണ്ട്? ഈ ഒരു പ്ലസ് a0 ഞാൻ വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുത്തു. a0 ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? y മൈനസ് a0 വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ്. ഇതിൽ ഒന്നാമത്തെ വേവിൻ്റെ രണ്ട് വേവുകൾ കൂടി ചേർന്നതാണ് അല്ലേ? ഒന്നാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ബി ആണ്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? റിസൾട്ടൻ്റ് ഇപ്പോൾ ഒരൊറ്റ വേവ് ഉണ്ട്, എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 ഒരു വേവ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡൊന്നും ഒരാളും ചോദിക്കില്ല, കാരണം എളുപ്പമാണ്, ആംപ്ലിറ്റ്യൂഡ് എ തന്നെയാണ്. ഇവിടെ രണ്ട് വേവുകളുണ്ട്. അങ്ങനെ രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്തൊക്കെയാണെങ്കിൽ റിസൾട്ടൻ്റ് കാണാൻ നമുക്കറിയാലോ. പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡിഷൻ പ്രകാരം എന്താ റിസൾട്ടൻ്റ് ഫോർമുല? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ ഞാൻ കോസ് 5 എന്ന് എഴുതി. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. ഒന്ന് സൈൻ്റെ ടേംസിലും ഒരെണ്ണം കോസിൻ്റെ ടേംസിലും അല്ലേ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഒരെണ്ണം സൈൻ്റെ ടേംസിലും ഒരെണ്ണം കോസിൻ്റെ ടേംസിലാവുമ്പോൾ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര വരിക? π/2. അപ്പോൾ ഇവിടെ കോസ് എന്ത് കൊടുക്കാം? π/2 കൊടുക്കാം. കോസ് π/2 0 ആണ്. അപ്പോൾ ഈ ഹോൾ ടേം എന്ത് വരും? 0 വരും. അപ്പോൾ റിസൾട്ടൻ്റ് എത്ര വരിക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കാരണം കോസ് 90 0 വരുന്നുണ്ടല്ലോ. കാരണം ഇത് സൈൻ്റെ ടേമിലും ഒന്ന് കോസിൻ്റെ ടേമിലും. അപ്പോൾ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര വരും? 90 ആണ് വരാറ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of circle, the period of revolution, initial position and sense of revolution are indicated in the figure. Y projection of radius vector of rotating particle is. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിളിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Y പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഉണ്ടാവാം. ശരിക്കും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്കൊരു യൂണിഫോം സർക്കുലർ മോഷനിൽ ഡെപിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് NCERT വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഭാഗം അറിയുന്നുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും റെപ്രസെൻറ്റ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മുടെ എക്സ് ആണ്, അതേപോലെ തന്നെ ഇത് വൈ ആണെന്ന് കരുത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, എക്സിലും വൈയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇവിടെ t=0 എന്ന് പറയുന്നത് കണ്ടോ? അപ്പോൾ വൈ എന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്. ഈ ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷനിൽ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഇനീഷ്യലി ഇവിടെയാണുള്ളത്. ഓക്കെ, ഇനീഷ്യലി ഇവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ അവിടെ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞ ശേഷം അത് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു പ്രൊജക്ഷൻ എടുക്കുകയാണ് ഈ ആക്സിസിലേക്ക്, വൈ ആക്സിസ് കണ്ട് അവിടെ
ഈ വൈ ആക്സിസിലേക്ക് നമ്മളൊരു പ്രൊജക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവുക ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ബൾബൊക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷാഡോ ഇവിടെ ഉണ്ടാവില്ല. എങ്ങനെ വേണമെങ്കിൽ പറയാം, ഞങ്ങൾ മാത്സിൽ വെക്ടറിൻ്റെ പ്രൊജക്ഷൻ പഠിച്ചിട്ടില്ല ആക്സിസിലേക്ക്. കുറച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തും, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ എവിടെ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ എത്തും, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ. ശരിയല്ലേ? അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റിന് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൊജക്ഷൻ ഇവിടെ ആയി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രൊജക്ഷൻ്റെ മൂവ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി, തിരികെ അങ്ങനെ തന്നെ പോകും. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇതിങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നില്ലേ. ടു ആൻഡ് ഫ്രോ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാറ്, ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, T=0 പറഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് T=0 ഇവിടെയല്ലേ. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കോസിൻ്റെ ടേംസിലാണോ സൈൻ്റെ ടേംസിലാണോ ഇക്വേഷൻ എഴുതുക എന്ന് മനസ്സിലാക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈൻ്റെ ടേംസിൽ എഴുതും, അതല്ലെങ്കിൽ കോസിൻ്റെ ടേംസിൽ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കോസിൻ്റെ ടേംസ് തന്നെ. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു ഒബ്ജക്റ്റ് എക്സാക്സിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോസിൻ്റെ ടേംസ് അല്ലെങ്കിൽ സൈൻ്റെ ടേംസിൽ എഴുതാറ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ x=2 എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണെങ്കിൽ A sin ω t എഴുതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വൈൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ കോസിൻ്റെ ആണ്. അതായത് y= നമ്മൾ എന്ത് എഴുതും, A cos of ω t. അപ്പോൾ അവിടെ വൈൻ്റെ ആയതുകൊണ്ട് ഞാൻ എന്ത് സെലക്ട് ചെയ്യണം, കോസിൻ്റെ കേട്ടോ. സോ എന്താണ് y=y(t) A മീൻസ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അതിവിടെ ക്വസ്റ്റിൽ ഈ മാക്സിമം ഡിസ്റ്റൻസിനല്ല ആംപ്ലിറ്റ്യൂഡ്, അതിവിടെ തന്നിട്ടുണ്ട് 3 ആണെന്ന്. അപ്പോൾ ജനറലി നമ്മൾ എന്ത് എഴുതാറ്, A cos of ω t അല്ലേ, ω t. അപ്പോൾ +5 ഇവിടെ ഇനീഷ്യൽ ഫേസ് ഉണ്ടാവില്ല. സോ ഓപ്ഷൻസിലൊന്നും ഇനീഷ്യൽ ഫേസ് ഇല്ലല്ലോ. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്, 3 ആണ്. അപ്പോൾ 3 എഴുതി. കോസ് ഓഫ് ഒമേഗൻ്റെ ഫോർമുല അറിയില്ലേ, ഒമേഗ മീൻസ് 2π/t അല്ലേ, അറിയാത്തവരില്ലല്ലോ. ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π/t ആണ് ഇൻറ്റു ടൈം. ടൈം പീരീഡ് തന്നിട്ടുണ്ട് 4 സെക്കൻഡ്സ്. അപ്പോൾ ഞാൻ ടിക്ക് പകരം എന്ത് കൊടുക്കുകയാണ്, 4 സെക്കൻഡ്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും, 3 × cos of 2π/4 × t. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 × cos of, ഇത് ക്യാൻസൽ ചെയ്ത് അവിടെ 2 വരും അല്ലേ. അപ്പോൾ π/2t എന്ന് വരും. അപ്പോൾ 3 cos of π/2t ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ വിച്ച് വിൽ ബി ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഇസ് 3 cos π/2 × t. ഓക്കെ, വെർ y is in meter. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 2019 ചോദ്യമാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് എ സിസ്റ്റം ഇൻ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് ഒരു SHM എടുക്കുന്ന ആവറേജ് വെലോസിറ്റി എത്രയാണ്. വെലോസിറ്റി അല്ല ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ആവറേജ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല ഓർമ്മയുണ്ടോ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പോൾ ഏതൊരു SHM ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തിരികെ അവിടേക്ക് തന്നെ തിരികെ എത്തും. അതിനെല്ലാം നമ്മൾ എന്ത് വിളിക്കാറ്, ഒരു SHM എന്ന് വിളിക്കും, ഒരു വൈബ്രേഷൻ എന്ന് വിളിക്കും. ഒരു വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരികെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തും. അപ്പോൾ എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവറേജ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും എന്താണ്, സെയിം ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് തന്നെ എൻഡ് ചെയ്തു. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും, 0 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയത് കാരണം ആവറേജ് വെലോസിറ്റി എന്ത് വരും, 0 വരും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു പോയിൻ്റായിട്ട് പഠിച്ചു വെക്കാം. ആവറേജ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM in 1 complete vibration is 0. So next question, the distance covered. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേ ജസ്റ്റ് റിവേഴ്സ് ആണെന്നുള്ളൂ ഇവിടെ കണ്ടോ. എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ആവറേജ് വെലോസിറ്റി അല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, ഡിസ്റ്റൻസ് കവേർഡ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ മനസ്സിലായി, ഡിസ്പ്ലേസ്മെൻറ്റ് 0 എന്ന് മനസ്സിലായി. അത് കാരണമല്ലേ ആവറേജ് വെലോസിറ്റി 0 ആയി മാറിയത്. ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് SHM ഇൻ 1 ടൈം പീരിയഡ്. 1 ടൈം പീരിയഡ് മീൻസ് ഒരു വൈബ്രേഷൻ. അപ്പോൾ ഒരു പെൻഡുലം ഇവിടെയുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു വൈബ്രേഷന് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് മീൻസ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ തിരികെ എത്താനുള്ള സമയം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വൈബ്രേഷൻ എന്നൊക്കെ വിളിക്കാമല്ലോ. അതിന് വേണ്ടി എടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. അത് മുമ്പ് നമ്മൾ പഠിച്ചു. ഇനി ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കൂ, ഞാൻ പറയാം. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാറ്, ശരിയല്ലേ.
അതേപോലെ ഇത് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഇതും എ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷന് വേണ്ടി എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തിരികെ ഇങ്ങോട്ട് എത്തുന്നതാണ് ഒരു റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു, എ. ഇവിടെ എത്തുമ്പോൾ 2a, തിരികെ ഇങ്ങോട്ട് എത്തുമ്പോൾ 3a, ഇവിടേക്ക് എത്തുമ്പോൾ പിന്നെ ഒരു എ, അപ്പോൾ എത്രയാണ് 4a. അപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്, 4a. മനസ്സിലായല്ലോ? ഇവിടെ മുതൽ ഇതുവരെ എത്താൻ 2a, തിരികെ ഇങ്ങോട്ട് എത്താനും 2a. സോ 2a + 2a 4a. ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു ചോദിച്ചെങ്കിൽ 0 ആയിരുന്നു, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ സോ ആൻസർ ഈസ് 4a. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. എ പെൻഡുലം ഈസ് ഹങ് ഫ്രം ദ റൂഫ് ഓഫ് എ സഫീഷ്യൻ്റ്ലി ഹൈ ബിൽഡിംഗ് ആൻഡ് ഇസ് മൂവിങ് ഫ്രീലി ടു ആൻഡ് ഫ്രോ ലൈക്ക് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഒരു പെൻഡുലം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ മീനിങ്. ആക്സലറേഷൻ തന്നിട്ടുണ്ട്. പെൻഡുലത്തിൻ്റെ ആക്സലറേഷൻ എത്രയാണ്, 20 m/s² at a distance of 5 meter from the mean position. മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ്, y അല്ലെങ്കിൽ x എത്രയാണ് തന്നിട്ടുള്ളത്, 5 meter ആണ്. മെയിൻ പൊസിഷനിലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 5 ആണ്. ദ ടൈം പീരിയഡ്, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആ ഓസിലേഷൻ്റെ ടൈം പീരിയഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആക്സലറേഷൻ്റെ ഫോർമുല അറിയാലോ, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നോക്കി, ഓസിലേഷനിൽ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമാണ്. ഓസിലേഷൻ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ല, എല്ലാ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആക്സലറേഷൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ, എന്താണ്, -ω²y. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ω²y, എക്സ് ആണെങ്കിൽ ω²x എന്ന് എടുക്കാം. സോ therefore what is ω²? ω² is equal to a divided by y. a means amplitude ആണല്ലോ, a means acceleration. acceleration is equal to ω²y. acceleration ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആണ്, ഡിവൈഡ് ബൈ y means ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് 5 ആണ്. 20 divided by 5 4. ω² 4 ആണെങ്കിൽ ഒമേഗ എത്രയായിരിക്കും ഉണ്ടാവുക, 2 radian/second. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടി, എത്രയാണ്, 2 radian/second. ഒമേഗ കിട്ടിയ ഇനി ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ആരും പറയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കിട്ടില്ലേ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലേ. therefore ടൈം പീരീഡ് എത്ര വരും, 2π/ω, which is equal to 2π/. ഒമേഗയുടെ വാല്യൂ എത്രയാണ്, 2 radian അല്ലേ. സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എത്ര കിട്ടും, പൈ കിട്ടും, π/second. therefore ഓപ്ഷൻ ബി is correct. സെക്കൻഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. Then next question 2017. A particle executes linear simple harmonic motion with an amplitude of 3 cm. അല്ലേ, ഒരു ഒബ്ജക്റ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, 3 cm ആണ്. SHM മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 cm ആണെന്ന് പറഞ്ഞു. When the particle is at 2 cm, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 cm എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് വരെ പോകുന്നുണ്ട്, 3 cm വരെ പോകുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഒബ്ജക്റ്റ് 2 cm എത്തുന്ന സമയത്ത്, ഇപ്പോൾ 2 cm എത്തുന്ന സമയത്ത് എന്താ പറഞ്ഞത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. ഓക്കെ, അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും എന്താണ്, ഈക്വൽ ആണ്. എപ്പോൾ, അറ്റ് x ഈക്വൽ ടു 2 cm. x 2 cm ആവുന്ന സമയത്ത് വെലോസിറ്റിയും ആക്സലറേഷനും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ ടൈം പീരീഡ് കാണാൻ. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്. വെലോസിറ്റിയുടെ ഫോർമുല അറിയാലോ, ഒമേഗ ഇൻറ്റു, ഓർമ്മയുണ്ടല്ലോ വെലോസിറ്റിയുടെ ഫോർമുല, ഒമേഗ ഇൻറ്റു √(a² - x²). അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അതായത് x ഈക്വൽ ടു 2, ഡിസ്റ്റൻസ് 2 cm ആവുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, വെലോസിറ്റിയും ആക്സലറേഷൻ ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, ഒമേഗ ഇൻറ്റു √(a² - x²) അല്ലേ. ക്യാപിറ്റൽ A മീൻസ് ആംപ്ലിറ്റ്യൂഡ് കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ആക്സലറേഷൻ്റെ ഫോർമുല അറിയാലോ, എന്താണ്, x ω² അല്ലെങ്കിൽ ω²x. y ആകുമ്പോൾ എല്ലാം വൈൻ്റെ ടേംസിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒമേഗയും ഈ ω² ഇതും കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ബാക്കി ആരുണ്ട്, √(a² - x²) വിച്ച് ഈസ് ഈക്വൽ ടു x ω എന്നുണ്ടാവും അല്ലേ. ഈ ω² ഒമേഗയും കട്ട് ചെയ്ത് പോയാൽ ബാക്കി ഇങ്ങനെ ടേം ഉണ്ടാവും. ഇനി വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ് ആംപ്ലിറ്റ്യൂഡ്, 3 cm ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3² എത്ര വരും, 9, മൈനസ് എക്സ് മീൻസ് തന്നിട്ടുണ്ട് 2 cm, 2² 4, വിച്ച് ഈസ് ഈക്വൽ ടു x 2 ആണ് ഇൻറ്റു ഒമേഗ. ഓക്കെ, സോ വാട്ട് ഇസ് 9 - 4?
9 minus 4 is equal to 5. So root 5 is equal to 2 omega. നമുക്ക് എന്ത് കിട്ടിയപ്പോൾ റൂട്ട് 5 is equal to 2 omega. നമുക്ക് ടൈം പീരീഡ് അല്ല കണ്ടുപിടിക്കേണ്ടത്. therefore omega equal to therefore omega is equal to root 5 divided by 2. ഒമേഗയുടെ വാല്യൂ എത്ര കിട്ടി? റൂട്ട് 5 divided by 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒമേഗയുടെ വാല്യൂ അറിയാലോ. ഒമേഗ മീൻസ് 2π divided by t അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ. അപ്പോൾ എന്ത് ചെയ്യാം? ഒമേഗയുടെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് 5 divided by 2 അല്ലേ. അപ്പോൾ ഒമേഗയ്ക്ക് പകരം റൂട്ട് 5 divided by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ആൻസർ ആയല്ലോ. therefore ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π. ഈ ടൈം പീരീഡ് കൊണ്ടുപോകുമ്പോൾ റൂട്ട് 5/2 ഇവിടെ വരും അല്ലേ. അപ്പോൾ റൂട്ട് 5/2 ഉണ്ടാകും. ആ ബൈ 2 എനിക്ക് മേലെ ന്യൂമറേറ്ററിലേക്ക് എഴുതിക്കൂടെ. സോ എത്ര ആൻസർ വരിക? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 4π divided by റൂട്ട് 5. 4π divided by റൂട്ട് 5 മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ഓസിലേഷനിൽ എവിടെയും ഒരു കോംപ്ലിക്കേഷൻസ് വരുന്നില്ല, എല്ലാ ക്വസ്റ്റ്യനും എളുപ്പം തന്നെയാണ്. സോ ഓസിലേഷന് നമുക്കൊരു 1 to 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അതിന്ന് ഒരു ആൻസറും തെറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നീറ്റ് 2017 ചോദ്യം. Then next question, that is NEET 2017. A spring of force constant K is cut into length of ratio 1:2:3. They are connected in series and the new force constant is K dash. Then they are connected in parallel and the force constant is K double dash. Then the ratio of K dash is to K double dash is we want to find. So ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്താണ്? ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് തവണ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഹാഫ് ആയിട്ട് മാറും. ലെങ്ത് 3 ടൈംസ് ആക്കുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 1/3 ആയിട്ട് കുറയും. അപ്പോൾ ഒരു എന്താണ്, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ദർ ആർ 2 സ്പ്രിങ്സ്. അത് 2 സ്പ്രിങ്ങുകൾ ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ 3 സ്പ്രിങ്ങുകൾ ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഹാവിങ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K1, K2 ആൻഡ് K3 ദെൻ K ഇക്വലൻ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/K1 പ്ലസ് 1/K2 പ്ലസ് 1/K3. സീരീസിലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി പാരലൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ. ഓക്കെ, എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീരീസ് അല്ല, പാരലാണ്. ഹാവിങ് K1, K2 ആൻഡ് K3. പാരലൽ ആണെങ്കിൽ ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. K1 പ്ലസ് K2 പ്ലസ് K3 എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? L1 ഈസ് L2 ഈസ് L3 തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 1:2:3. അങ്ങനെയാണെങ്കിൽ K1 ഈസ് K2 ഈസ് K3 എത്രയായിരിക്കും ഉണ്ടാവുക? ഞാൻ പറഞ്ഞു ലെങ്ത്തും കെയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് അതിൻ്റെ റേഷ്യോ 1/L1 ഈസ് 1/L2 ഈസ് 1/L3 ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ആൻഡ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, therefore K1 ഈസ് K2 ഈസ് K3 which is equal to 1/L1. L1ൻ്റെ വാല്യൂ എത്രയാണ്? 1 which is 1 divided by L2 എത്രയാണ്? 2 ഈസ് 1 divided by L3 3 ആണ്. ഇനി ഒരു കോമൺ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിനോമിനേറ്ററൊക്കെ ഒഴിവാക്കി ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് വരുത്താൻ പറ്റും. അതുകൊണ്ട് K1 ഈസ് K2 ഈസ് K3 which is equal to, ഇനി ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ നമ്പറിനെയും എല്ലാ ടേമിനെയും ഞാനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6/1, അപ്പോൾ 6 ഈസ് 2. ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/2 എത്ര വരും? 3 വരും. ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/3 2 വരും. അപ്പോൾ കണ്ടോ, ആ ഡിനോമിനേറ്റർ ഒഴിവായി ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ പോലെ തന്നെ വന്നു. അപ്പോൾ ഓക്കെ, എല്ലാ നമ്പറേയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ K1 ഈസ് K2 ഈസ് K3 നമുക്ക് എത്ര വന്നു? 6 ഈസ് 3 ഈസ് 2 വന്നു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ഇവർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ എത്രയാണ് ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ഡാഷ്?
അപ്പോൾ ഞാൻ എന്ത് എഴുതാൻ പോകണം 1/k' ഇസ് ഈക്വൽ ടു സീരീസിലാവുമ്പോൾ എന്താ ഇക്വേഷൻ 1/k1 പ്ലസ് 1/k2 പ്ലസ് 1/k3 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/k1 ഒന്നാമത്തിൻ്റെ വാല്യൂ എത്രയാണ്? ജസ്റ്റ് 6k. ഓക്കെ, റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ. പ്ലസ് 1/k2 k2യുടെ വാല്യൂ എത്രയാണ്? 3k. റേഷ്യോ ആകുമ്പോൾ അങ്ങനെ എടുക്കാം. പ്ലസ് 1/ മൂന്നാമതിൻ്റെ വാല്യൂ എത്രയാണ്? k3യുടെ വാല്യൂ എത്രയാണ്? 2k. ഇനി നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ആഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ എന്നിട്ട് ഇതുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ LCM എടുത്ത് ചെയ്യാം. LCM എടുക്കുകയായിരിക്കും ഒന്നുകൂടി എളുപ്പം. ഇവിടെ 6k LCM അല്ലേ, അപ്പോൾ 6k LCM എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെ ഇവിടെ 1 പ്ലസ് 2 പ്ലസ് 3. അതല്ല ഇങ്ങനെ LCM എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 6 3 പ്ലസ് 2 5 5 പ്ലസ് 1 6 അല്ലേ. അപ്പോൾ 1/k' ഇസ് ഈക്വൽ ടു 6/6k. അപ്പോൾ ഈ കെയും ഈ 6ഉം 6ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ k' വാല്യൂ എത്രയായി മാറി? kക്ക് ഈക്വൽ ആയില്ലേ, k' ഇസ് ഈക്വൽ ടു k. അപ്പോൾ ആ വാല്യൂ കിട്ടി. k' വാല്യൂ k ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? k" കണ്ടുപിടിക്കണം. ഓക്കെ, k" മീൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, അതാണ് എന്ത് k'. അപ്പോൾ k" ഇസ് ഈക്വൽ ടു പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ. ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 6k പ്ലസ് 3k പ്ലസ് 2k. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 3 9 9 പ്ലസ് 2 11. സോ 11k. ഇതാണ് k'. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ള റേഷ്യോ അല്ലേ, അതായത് k' ഡിവൈഡഡ് ബൈ k" ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. k' വാല്യൂ എത്രയാണ്? k ആണ്. k" വാല്യൂ എത്രയാണ്? 11k ആണ്. kയും kയും കട്ട് ചെയ്ത് പോയി. Therefore answer is 1/11. That is 1:11. Option B. അപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലെങ്ത്തും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരുപാട് തവണ നമ്മളത് യൂസ് ചെയ്തൊരു ഐഡിയ ആണ്. അതുപോലെ സീരീസും പാരലലും. സീരീസിലാവുമ്പോൾ 1/k ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2 പ്ലസ് 1/k3. വൈൽ ഇൻ പാരലൽ കണക്ഷൻ k ഇസ് ഈക്വൽ ടു k1 പ്ലസ് k2 പ്ലസ് k3. ഓക്കെ, അപ്പോൾ അപ് ടു 2017 നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? Okay.